എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓയിൽ പ്രഷർ സ്വിച്ചിനെ കുറിച്ചുള്ളൊരു വീഡിയോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇനിയിപ്പം ഇങ്ങനെയുള്ള പ്രഷർ സ്വിച്ചുകളൊന്നും അധികം വരാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ ഒരുപാട് പഴയ സിസ്റ്റംസാണ്. ഇപ്പം ഇനി പുതിയതായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പുതിയ സിസ്റ്റം. ഓയിൽ പ്രഷർ സ്വിച്ചിന്, ഈ സ്വിച്ചിന് മെക്കാനിക്കലിന് പകരം ഇപ്പോൾ വരുന്നത് ഈ ടൈപ്പ് ഡെൽറ്റ പി ഇലക്ട്രിക് പാർട്സുകളാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു എക്സ്റ്റേണൽ കണക്ഷൻസോ, ഓൺലി ഇലക്ട്രിക്കൽ കണക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പമ്പില്ലേ, ഓയിൽ പമ്പിൽ വരുന്ന ആ ഹെഡിൽ, ഓയിൽ പമ്പിൽ ഒരു ചെറിയൊരു ഹോൾ കാണും. അത് ഞാൻ കാണിച്ചു തരാം. ഓയിൽ പമ്പിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബേസ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതതിൻ്റെ പിസ്റ്റണിൻ്റെ സൈഡാണ്. ഇത് നമ്മൾ ഓവറോൾ ചെയ്തിരിക്കുന്ന ഒരു കംപ്രസറാണ്. അപ്പോൾ അതിൻ്റെ കാണാം, റൈറ്റ് സൈഡിൽ ഒരു ഹോൾ കാണും. അതിലാണ് ഈ ബേസ് വന്നിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇത് നമ്മുടെ കംപ്രസറിനകത്തോട്ട് കണക്ഷൻ ആകുന്നതാണ്. ഇതൊക്കെ ടെക്നോളജിയൊക്കെ മാറി ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടെക്നോളജി നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പഠിക്കണം. ഇതിനകത്തിൽ കൂടെ ആ പ്രഷർ കയറി ഇതിനെ 2 പ്രഷർ റീഡ് ചെയ്യും. ഒന്ന് ഓയിലിൻ്റെയും ഒന്ന് സെക്ഷനും ഇതിനകത്തിൽ കൂടെയാണ് റീഡ് ചെയ്യുന്നത്. റീഡ് ചെയ്തിട്ട് ഊരിക്കഴിഞ്ഞാൽ ഇതുപോലെ വേണം ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കൊന്നും കാണാനില്ല കേട്ടോ, ഇത് മൊത്തം സെൻസിങ് ആണ്. ഈ സെൻസറിനകത്ത് നമുക്ക് ഇതിനകത്ത് ഓയിൽ കയറുന്നതോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. ഇതിനകത്ത് ഓൾറെഡി ഈ പ്രഷർ വന്നിട്ട് ഇത് സെൻസ് ചെയ്യുവാണ്. ഈ ഒരു സെൻസർ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ പുതിയ പരിപാടി. ഇതൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ വളരെ സെറ്റപ്പ് ഈസിയാണ് കേട്ടോ. ഇത് ഡെൽറ്റ പി എന്ന് പറയും. ഡെൽറ്റ പി അറിയാമല്ലോ എന്തുവാന്ന്. 2 പോയിന്റുകൾക്കിടയിലുള്ള മർദ്ദ വ്യത്യാസം എന്ന് വെച്ചാൽ പ്രഷറിൻ്റെ വ്യത്യാസം, അതാണ് ഡെൽറ്റ പി. 2 പോയിന്റുകൾക്കിടയിലുള്ള മർദ്ദ വ്യത്യാസത്തിനാണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് പിടി കിട്ടിയോ? 2 പോയിന്റുകൾ എന്തൊക്കെയാണ്? 2 പോയിന്റുകൾക്കിടയിലുള്ള മർദ്ദ വ്യത്യാസത്തിനാണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പോയിന്റ് നമ്മൾ ലോ പ്രഷർ എന്ന് വിചാരിക്കുക, ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രഷർ എന്ന് വിചാരിക്കുക. അതിനിടയിലുള്ള മർദ്ദ വ്യത്യാസം, അത് പ്രഷറിൻ്റെ വ്യത്യാസം, അതിനാണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് മീൻസ് 2 പോയിന്റുകൾക്കിടയിലുള്ള മർദ്ദ വ്യത്യാസത്തിനാണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെൽറ്റ പി അളക്കുന്ന പ്രഷർ സ്വിച്ചാണ് ഈ മെക്കാനിക്കൽ സ്വിച്ചും. ഈ സെയിം ഫംഗ്ഷനിനാണ് ഇതിൻ്റെ കേട്ടോ. ഇതെല്ലാം കുറച്ച് സെൻസിറ്റിവിറ്റി കൂടിയ സംഭവങ്ങളാണ്. കംപ്രസറിനെയൊക്കെ പെട്ടെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യിക്കുന്ന സാധനം. ഇതൊക്കെ സെൻസ് ചെയ്യും. മറ്റേ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ പ്രഷർ ആ ഒരു വ്യത്യാസം വന്നു, സ്പ്രിങ് ഒക്കെ വർക്കായി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള സെറ്റപ്പ്. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല, ഇതൊക്കെ സെൻസിങ് ആണ്. നിങ്ങൾക്ക് അതിനെ ഡേറ്റ ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഡിഫറൻഷ്യൽ പ്രഷർ ഈസ് ഗുഡ്. ഇതിൻ്റെ നമ്മൾ കംപ്രസർ റണ്ണായിരിക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, LED ഉണ്ട്. ഈ LED ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ, മീൻസ് ഇത് ഓഫിലാണ് കിടക്കുന്നതെങ്കിൽ ഇത് പ്രഷർ ഗുഡാണ്. മനസ്സിലായോ? ഇത് ഓഫിലാണ് കിടക്കുക, ഇത് ഓണായി കിടക്കരുത്. കംപ്രസർ റണ്ണാകുമ്പം ഈ ലൈറ്റ് ഓഫ് ആകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഓക്കെയാണ്. അതല്ല, അത് കത്തി കിടക്കുകയാണ്. ഇത് 2 കണ്ടീഷനിലാണ് ഈ ലൈറ്റ് കണ്ടിന്യൂ കത്തുക. ഇത് കണ്ടിന്യൂ കത്തുക എന്നാണ് ഈ ലൈൻ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. കണ്ടിന്യൂ കത്തി കിടക്കുന്നു, ലോങ് ഇങ്ങനെ ഓണായി കിടക്കുന്നു. 2 കണ്ടീഷനിലാണ്. ഇതിപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ പ്രഷർ ടു ലോ എന്നാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ പവർ ഓഫ് ചെയ്താലും ഇതിൻ്റെ ലൈറ്റ് കത്തി കിടക്കും. റണ്ണിങ് ടൈമിൽ ലൈറ്റ് കത്തി കിടന്നു കഴിഞ്ഞാൽ പ്രഷർ കുറവാണെന്നാണ്. അത് ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേന് അത് ഓഫായി പോകും കംപ്രസർ. കണ്ടോ, ഇതിനകത്ത് നമുക്ക് 90 സെക്കൻഡാണ് ഇതിൻ്റെ ട്രാൻസിഷൻ ടൈം. 90 സെക്കൻഡ് +or-5. +or-5 എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ, ഒന്നെങ്കിൽ 5 കൂടാം അല്ലെങ്കിൽ 5 കുറയാം. അതാണ് +or- എന്ന് പറയുന്നത്. അപ്പോൾ
അതിൻ്റെ എറർ എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് പ്ലസ് ഓർ മൈനസ് 2 സെക്കൻഡ്. അതാണ് ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും സെൻസറില്ല. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പ്രഷർ അനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പം ഓയിൽ പ്രഷർ കിട്ടിയില്ലെങ്കിൽ 90 സെക്കൻഡിനുള്ളിൽ അത് ഓഫ് ചെയ്ത് കളയും. ഓക്കെ. പിന്നെ അതെ ഞാൻ ഇതിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ കത്തിക്കിടന്ന ഇതാണ്. കണ്ടിന്യൂ കത്തിക്കിടന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കംപ്രസർ വർക്കല്ല, അല്ലെങ്കിൽ റണ്ണിങ് ടൈമിലാണ് കത്തുന്നെങ്കിൽ ഓയിൽ പ്രഷർ ടു ലോ ആണ്, കംപ്രസർ ഇത്ര സെക്കൻഡിനുള്ളിൽ ഓഫായി പോകും. റണ്ണിങ് ടൈമിൽ ഇത് കത്തിക്കിടന്ന ഇങ്ങനെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിടന്നിങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ ബ്ലിങ്ക് ആകാൻ തുടങ്ങും. ഇപ്പോൾ ഞാനിത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കിടന്ന് ബ്ലിങ്ക് ആവും. എന്ന് വെച്ചാൽ ഓൾറെഡി ഇതിനകത്ത് മൗണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ബ്ലിങ്ക് ആവും. പിന്നെ എറർ വന്നു കഴിഞ്ഞാൽ ബ്ലിങ്ക് ഇതിൽ കൊടുത്തേക്കാൻ നമുക്ക് കാണാം. ഇൻറ്റേർണൽ എറർ എന്തെങ്കിലും എററാണ്, അല്ലെങ്കിൽ വോൾട്ടേജ് സപ്ലൈ ടു ലോ ആണ്, ഫാൾട്ടി അസംബ്ലി, അങ്ങനെയുള്ള കുറേ എന്തെങ്കിലുമൊക്കെ അസംബിൾ ചെയ്തേക്കുന്ന കറക്റ്റല്ല, അങ്ങനെ കുറേ ഫാൾട്ടുകളാണ് ഈ കണ്ടിന്യൂ കിടന്ന് ബ്ലിങ്ക് ആയി കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലംസ്. അങ്ങനെ 3 ഫംഗ്ഷനാണ്. കണ്ടിന്യൂ ബ്ലിങ്ക് ആകുമെന്ന് പറഞ്ഞാൽ ഫാൾട്ട് എററാണ്, ഒന്നെങ്കിൽ കറക്റ്റായിട്ട് ഇത് ഈ ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് ഇരുന്നിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള 2-3 ഫോൾട്ടുകൾ. പിന്നെ എന്തെങ്കിലും കച്ചടയൊക്കെ കയറി ഇതിനകത്ത് ഈ പിന്നകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാലും അത് ഫാൾട്ട് കാണിക്കും. ഇവിടെ ഇതൊക്കെ ചിലപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു മൗണ്ട് നമുക്ക് കംപ്ലയിൻ്റ് ആയാലും, ഈ സെൻസർ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ മൗണ്ടിൽ കച്ചറ കയറിയതിനകത്ത് ഈ പ്രഷർ ഈ പിന്നകത്തൊക്കെ ഓയിലൊക്കെ കയറി ബ്ലോക്കായി ഇരുന്നാലും നമുക്ക് എറർ കാണിക്കും. നമുക്കിതിൻ്റെ കണക്ഷൻ ഒന്ന് നോക്കാം. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 6 വയറുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടിയുള്ള വയറാണ് ഈ ബ്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബ്രൗൺ ഈ BN എന്ന് പറഞ്ഞ ബ്രൗൺ ആണ്. ഫ്യൂസ് വഴി ഇതിന് ബ്രൗൺ വയറിലോട്ട് സപ്ലൈ കൊടുക്കണം. ഈ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂട്രലാണ്. ഇത് രണ്ടും, ഇത് ഫേസ് ന്യൂട്രൽ, ഇത് വർക്ക് ചെയ്യാനുള്ള ഇതാണ്. 230 വോൾട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് അലാമത്തിനുള്ളതാണ്. അലാം നമുക്ക് ഇൻഡിക്കേഷൻ ലാമ്പ് വല്ലതും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അലാം കൊടുക്കാം. അലാം ഒരു ന്യൂട്രൽ ലൈറ്റ് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ട്രിപ്പായി കിടന്നുള്ളൊരു ഇത് കൊടുക്കാം. ഇത് നമുക്ക് ഓക്കെ. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ പർപ്പിളും ഒരു ഓറഞ്ചും ഒരു ഗ്രേയുമാണ്. ഈ 3 എണ്ണത്തിലാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ റിലേ. നമ്മളെല്ലാത്തിനകത്തും റിലേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഇതിൻ്റെ റിലേ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു കോമൺ സപ്ലൈ കൊടുത്തിടുക. ഓക്കെ. ഇതൊരു കോമൺ സപ്ലൈ, ഇതുപോലെ ഒരു ഫ്യൂസ് വഴി. ഇത് സെയിം ഒരേ ഫ്യൂസ് വെച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒരേ ഫേസിൽ നിന്ന് ഫ്യൂസ് 2 വെച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഫ്യൂസ് തന്നെ ഇവിടെ ലൂപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സപ്ലൈ ഇവിടെ കിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് കിട്ടുന്നത് അലാമിൻ്റെ ആണ്. അലാമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു ഫങ്ഷനുണ്ട്. ഇതിനകത്താണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ ഇരിക്കുന്നത്. ഈ വയലറ്റും ഈ ഓറഞ്ചും. ആദ്യം നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പം ഡയറക്റ്റ് ഈ സപ്ലൈ കോണ്ടാക്ടറിലോട്ട് പോയിട്ട് കോണ്ടാക്ടർ റണ്ണാക്കും. ഇത് സീരീസ് ആയിട്ടാണ് വരുന്നത്, ഡയറക്റ്റ് കോണ്ടാക്ടറിലോട്ടൊന്നും അല്ല ഇത് പോകുന്നത്. ഇത് ഒരു ഡ്രോയിങ് ആണ്. ഇത് എങ്ങനെ വർക്ക് ആകുന്നതിനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നത് LP HP എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ സീരീസ് ആയിട്ടാണ് ഇത് പോകുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് നേരെ ഇതിനകത്തോട്ട് പോയിട്ട് കോണ്ടാക്ടർ പിക്കപ്പ് ആക്കുന്നു. പിക്കപ്പ് ആയി കഴിഞ്ഞ് നമ്മുടെ കംപ്രസർ റണ്ണാകുന്നു. പിക്കപ്പ് ആയ ശേഷം കംപ്രസർ റണ്ണാകുന്നു. കംപ്രസർ റണ്ണായ ശേഷം എന്ത് പറ്റും? ഇത്ര സെക്കൻഡിനുള്ളിൽ പ്രഷർ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇത് ട്രിഗറാവും. ഇത് ട്രിഗറായിട്ട് ഈ ലൈൻ അപ്പോഴത്തേന് കട്ട് ഓഫ് ആവും. അത് ഇത്ര സെക്കൻഡത്തേക്കേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രമുള്ള സപ്ലൈ ആണിത്. അത് കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആയി പോകും. അത് നിങ്ങൾ കംപ്രസർ ഓടിയാലും ഇല്ലേലും പ്രഷർ ഉണ്ടെങ്കിലും ഇല്ലേലും ഈ സാധനം കട്ട് ഓഫ് ആയി പോകും. അതിന് മുന്നേ പ്രഷർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രിഗറായിട്ട് ഇത് ലൈൻ ഡയറക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് സംഭവം പറഞ്ഞാൽ മനസ്സിലായി. ഇത് ആദ്യം വയലറ്റ് സിഗ്നൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇത്ര സെക്കൻഡ് അത് വെയിറ്റ് ചെയ്യുന്നു. ഈ വയലറ്റ് സിഗ്നൽ കൊടുക്കുന്നു കോണ്ടാക്റ്റിലോട്ട്. ഇത്ര സെക്കൻഡ് അത് വെയിറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ എൻ്റെ പ്രഷർ എല്ലാം വന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ
ഇത് ട്രിഗർ ആവുന്നു, ഈ സിഗ്നൽ ഇത് ബൈപ്പാസ് ചെയ്ത് ഡയറക്റ്റ് ആയി പോകുന്നു. അപ്പോഴത്തേനും മറ്റേ സിഗ്നൽ കട്ടാവും. അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ആ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ വയലറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഞാനതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം, കണക്ഷൻ കൊടുത്ത് കാണിച്ചു തരാം. അപ്പം ഇതിനകത്ത് ഞാൻ ന്യൂട്രലിൻ്റെ പോയിന്റിൽ ന്യൂട്രൽ കൊടുക്കുന്നു. ന്യൂട്രൽ കൊടുത്തു. ഇനി നമുക്ക് ഈ പറഞ്ഞ കൂട്ട് തന്നെ ഈ കോമണും ഇതിൻ്റെ ബ്രൗണും ഒരുമിച്ച് കൊടുക്കുന്നു. ഒരു ഫേസിൽ തന്നെ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്താൽ മതി, ഇതിൻ്റെ കാര്യമുള്ളൂ. ഈ ബ്രൗണും ഗ്രേയും നമ്മൾ ഒറ്റ ലൈനിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ ബ്ലൂവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേയിൽ വന്നിട്ട് സപ്ലൈ ഓൾറെഡി വന്നു. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് സപ്ലൈ വരുന്ന ഇതിനകത്ത് നോക്കാം. ഇത് സപ്ലൈ കൊടുത്ത ശേഷം നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എററാണ്. എറർ മീൻസ് ഇതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ബ്ലിങ്ക് ആവുക മീൻസ് ഇതിനകത്ത് സപ്ലൈ കറക്റ്റല്ല, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഞാനിത് കംപ്രസറിൽ പ്രഷറിൽ വെച്ച് ഇത് ചെക്ക് ചെയ്തിട്ടുള്ളൂ. ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് കറക്റ്റ് പവറും കാര്യങ്ങളും പ്രഷറും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എററാണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കംപ്രസറിൽ കൊടുത്തേ ചെക്ക് ചെയ്യാൻ പറ്റൂ. ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ അത് വർക്ക് ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ഞാൻ അതായത് ഇങ്ങനെ ഇത് വർക്കാകത്തുള്ളൂ. ഇത് നമുക്ക് പവർ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ സെൻസ് ചെയ്യുകയുള്ളൂ. അല്ലാതെ സെൻസ് ചെയ്യത്തില്ല. അത് അങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മൾ കൊടുത്താലും ഇത് വർക്ക് ചെയ്യില്ല. ഓക്കെ, അത് പവർ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ നിർവാഹമില്ല. സംഭവം പ്രഷർ ഉണ്ടെങ്കിലേ അത് സെൻസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ മൗണ്ട് ചെയ്തേക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പമ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഓയിൽ പ്രഷർ സെൻസർ. ഡെൽറ്റ പി സെൻസറാണ്. ബിറ്റ്സറിൻ്റെയാണ് ഈ പാർട്ട് നമ്പർ വന്നിരിക്കുന്നതിന്. ഓരോ കംപ്രസറിനും ഇൻഡിവിജ്വലായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ അറിയാം ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്ന എവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ കംപ്രസർ ഇപ്പോൾ റണ്ണിങ്ങിലാണുള്ളത്. ഈ കംപ്രസർ നോക്കിയാൽ ഇതും റണ്ണിങ്ങിലാണുള്ളത്. ഇതിൽ റെഡ് ലൈറ്റ് കത്തി കിടക്കുകയാണെങ്കിൽ ഇത് കട്ട് ഓഫായി കിടക്കുകയാണ്. ഈ കംപ്രസർ കട്ട് ഓഫായി കിടക്കുകയാണ്. ഈ ബാക്കി ഈ കാണുന്ന കംപ്രസറെല്ലാം ഇപ്പോൾ റണ്ണിങ്ങിലാണുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ കൂട്ട് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ഇത് കട്ട് ഓഫായി കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ പവർ കാണില്ല. അത് നമ്മൾ ചെക്ക് ചെയ്താലേ മനസ്സിലാവുകയുള്ളൂ. കംപ്രസർ റണ്ണിങ് ആണെങ്കിലും ഇൻഡിക്കേഷൻ ഓൺ ആണെങ്കിൽ ഓയിൽ പ്രഷർ കുറവാണ്. ഇത് കട്ട് ഓഫായി കിടക്കുവാണ്. ഈ കംപ്രസർ ടെമ്പറേച്ചർ റീച്ച് ആയ ശേഷം കട്ട് ഓഫായി കിടക്കുകയാണ്. ഈ കംപ്രസർ റണ്ണിങ് ആണ്. ഈ കംപ്രസറും റണ്ണിങ് ആണ്. ഇപ്പോൾ സംഭവം മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ, എന്നെ പുതിയതായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.